ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രിക്ക് ടീച്ചർ. നിങ്ങളുടെ വീഡിയോയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹനിയല്ലക്കും എന്ന ചാപ്റ്ററിൻ്റെ സംഗ്രഹത്തിൻ്റെ അർത്ഥവും അതിലുള്ള ആക്ടിവിറ്റീസിൻ്റെ മീനിങ്സുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ ചാനലിന് സപ്പോർട്ട് കൂടി വരികയാണ്. ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല നല്ല വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും പിന്നീട് വരുന്നൊരു ബെല്ലൈക്കണുണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഒരുപാട് കമൻസ് ഇങ്ങനെ വരികയാണ്. യഥാർത്ഥത്തിൽ കമൻസിൻ്റെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ കമൻസ്, ലൈക്സ് വളരെ സപ്പോർട്ടാവുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും വേണമെന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വളരെ സ്പീഡായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ സംഗ്രഹത്തിൻ്റെ ഒരു അർത്ഥവും നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റീസും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ കവിയുടെ ഒരു പ്രൊഫൈൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൺ വേർഡ് ആയിട്ടും യോജിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ മുത്തർജിമുവായില ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലെ ഈ ഒരു ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അറബിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അശാഇർ അൽ മഷൂർ മുഹമ്മദ് ഹഫീൽ ഇബ്രാഹിം വുലിദ ഫി മുഹാഫലത്തി ഉസ്യൂത്തി സനത്തി 1870 മീലാദിയ. 1870 വർഷത്തിൽ ഉസ്യൂത്ത് എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പ്രശസ്തനായ കവിയായ മുഹമ്മദ് ഹഫീൽ ഇബ്രാഹിം ജനിച്ചത്. വുഹുവ ഷായിറും മിസ്രിയുൻ, അദ്ദേഹം ഒരു മിസ്റുകാരനായ ഒരു കവിയാണ്. വലുഖിബ ബിഷാഹിരിൻ നീൽ, അദ്ദേഹം അറിയപ്പെടുന്നത് നെയിലിൻ്റെ കവി എന്നാണ്. കാന മുവല്ലിഫും ഫി വിസാറത്തിൽ ഹർബിയ, അദ്ദേഹം യുദ്ധമന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സുമഫി വിസാറത്തി ദാഖിലിയ, ആഭ്യന്തര മന്ത്രാലയത്തിലും ഉദ്യോഗസ്ഥനായിരുന്നു. കാന ഹഫിൽ വത്തനിയൻ കബീറ, അദ്ദേഹം ദേശീയവാദിയായിരുന്നു. വതുവഫ സനത്തി 1932 മീലാദിയ, അദ്ദേഹം 1932 വഫാത്താവുകയായിരുന്നു. വമിൻ അസ്അർ അസാരി അൽ അദബിയ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽപ്പെട്ടതാണ് അദീവാനു ഹാഫിലിൻ്റെ കൃതികൾ, അൽബുഅസ സങ്കടങ്ങൾ, തർജമത്തു അൻ ഫിക്തൂർ ഹോജയുടെ ഒരു ജീവചരിത്ര കുറിപ്പാണ് തർജമത്തു അൻ ഫിക്തൂർ ഹുജു. ഓക്കെ, പിന്നെ ലയാലി സ്വത്തി, എൻ്റെ എളുപ്പമുള്ള രാത്രികൾ, അൽ മൂജസുഫി ഇൽമിൽ ഇഖ്തിസാദ്, സമ്പദ് വ്യവസ്ഥയുടെ സംഗ്രഹം തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളിൽപ്പെട്ടതാണ്. ആ കൃതികളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. മഫ്ഹൂമുൽ മല്ലൂമ, നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഈ ഒരു പാഠത്തിൽ ആദ്യം നൽകിയിരിക്കുന്നത്. അശായിർ ഹാഫിൽ ബഗ് ഇബ്രാഹിം യുഹന്നി അബ്ന വതനി ബി മുനാസബത്തിൽ അമിൽ ജദീദ്, പുതിയൊരു വർഷത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജനതയെ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ, ദേശത്തിലുള്ള ആളുകളെ അദ്ദേഹം ആശംസകൾ അറിയിക്കുകയാണ്. വയശജിയും അല തഖദ്ദുമി ബിൽ അദീമ വതഫാഉലി വയൻസഹും ബിഹയത്തി സഈദ മൽ യഖ്ലതി വൽ ഹദർ. വയുഷജ്ജിയും അവരെ വാൺ ചെയ്യുകയാണ്. അല്ല തഖദ്ദുമി ബിൽ അദീമത്തി, ദൃഢനിശ്ചതയോടെ മുന്നോട്ട് പോകാൻ. വത്തഫാഉലി, ഒപ്റ്റിമിസം എന്നാണ്. തഫാഉൽ ഒപ്റ്റിമിസത്തോടുകൂടെയും, ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം. വയുൻസാഹും അവരെ ഉപദേശിക്കുകയാണ്. ബി ഹയാത്തിൻ സഈദത്തിൻ, നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതത്തിന് വേണ്ടി. മാൽ യഖ്ലതി വൽ ഹദർ, ഉണർവോടുകൂടെയും സൂക്ഷ്മതയോടു കൂടെയുമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്. വയഖൂലു, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മർഹബ ബിക്കും, നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ. യാ ബനാവത്തിനെ, എൻ്റെ ദേശത്തിൻ്റെ മക്കളെ, അത്തരീഖുലൻ നജാ, വിജയത്തിലുള്ള വഴി. മംലൂം ബി സൗബാദ്, ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ടും വലഖബാദ്, ദുരിതങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്. ലാ തഹ്സനു ലാ മാ ഫാതക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ മേലിൽ നിങ്ങളൊരിക്കലും നിരാശരാകരുത്. ഫസ്കുറൂ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം. അയ്യാമ നജാഹിക്കുമുൽ മാലിയ, നിങ്ങളുടെ കഴിഞ്ഞുപോയ വിജയങ്ങളെക്കുറിച്ചിട്ട്, ആ ദിനങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ഓർക്കണം. ഫസ്തഇദ്ദു ലി തഖദ്ദും,
നിങ്ങൾ ഇനി മുന്നോട്ടേക്കുള്ള കുതിപ്പിന് വേണ്ടിയിട്ട് നിൽക്കണം. കമ്മിങ് ഉമ്മത്തിൻ, എത്ര ജനതയാണ്, എത്ര ജനതകളിൽ നിന്ന് എത്ര പേരാണ്. ഇസ്തറദ്ദത് മജ്ദഹ, കമ്മിൻ ഉമ്മത്തിൻ ഇസ്തറദ്ദത് മജ്ദഹ വനാലത് മനാലഹ ബിൽ ഹമ്മതി വൽ അദീമ. എത്ര ജനതകളിൽ വെച്ച് എത്ര പേരാണ് വിസ്മയത്തോടുകൂടെയും നിശ്ചയദാർഢ്യത്തോടുകൂടെയും അവരുടെ വിജയം കൈവരിച്ചിരിക്കുന്നത്. തഖദ്ദിമൂ ബിൽ ഇൽമ്, നിങ്ങൾ വിദ്യ കൊണ്ട് ധ്യാനം കൊണ്ട് മുന്നിടുവീൻ. ഫ ഇന്നൽ ഇൽമ യഫ്തഹു ലക്കും ജമീഉൽ അബ്വാബ്, നിങ്ങൾക്ക് മുമ്പിലുള്ള എല്ലാ വാതിലുകളും നിങ്ങൾക്ക് ആ വിദ്യാഭ്യാസം നിങ്ങൾക്ക് തുറന്നു തരും. ലാ തനാമു ബലിസ്തൈഖുലു, നിങ്ങൾ ഉറങ്ങരുത്. ബലിസ്തൈഖുലു, നിങ്ങൾ ഉണരുവീൻ. വ ഇന്നൽ അഅദാ, നിശ്ചയം നിങ്ങളുടെ ശത്രുക്കൾ യഹ്സുറൂനകും വയസുദ്ദൂന തഖദ്ദുമുകും ബികുല്ലി ഖുവ, നിങ്ങളുടെ ശത്രുക്കൾ എല്ലാ വിധത്തിലും നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുതന്ത്രങ്ങളും മെനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ശക്തിയോടും കൂടെ. ഖലിഖു അന്നാസ ബി ഖുൽഖിൻ ഹസൻ, നിങ്ങളുടെ ജനങ്ങളോട് സഹവർത്തത്തിൽ നല്ല രീതിയിൽ പെരുമാറുക. വാശിറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് പരിവർത്തിക്കുക. വഹ്ദറു കുല്ലൽ ഹദർ, എല്ലാ സൂക്ഷ്മതയും നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു ചാപ്റ്ററിൻ്റെ സംഗ്രഹം നമ്മളിപ്പോൾ അതിൻ്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്ത് പോകാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നുൻഷിദു അൽ മൻലൂബ ബി അൽഹാനി മുഖദ്ദലിഫ. അൽഹാൻ എന്ന് പറഞ്ഞാൽ കമ്പോസ് ചെയ്യാനാണ്. വിവിധ ട്യൂണുകളിൽ നമുക്ക് ഈ ഒരു കവിത കമ്പോസ് ചെയ്യാം. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിൽ വെച്ച് ചെയ്തിട്ടുണ്ടാകും. അന്നഷാത്തു സാനി, രണ്ടാമത്തെ ആക്ടിവിറ്റി നഖറു മാനി അസുത്തൂറു വനഖതാറു മാ യുനാസിബുഹ മിനൽ മൻലൂബ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു താഴെയുള്ള 4 വരികളുണ്ട്. ഓക്കെ, താഴെ ഒരുപാട് വരികളുണ്ട്. നെഖ്താറു എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക എന്നാണ്. മയുനാസിബ് ഫിൽ മൻലൂം, ഈ ഒരു കവിതയുണ്ടല്ലോ നമ്മളിപ്പം പഠിച്ച ഇബ്രാഹിം ബക്കയുടെ, ആ കവിതയിൽ നിന്ന് യോജിച്ച അർത്ഥം വരുന്ന ഈ വരികളോട് യോജിച്ച അർത്ഥം വരുന്ന വരികൾ ആ കവിതയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിട്ടുതരികയാണ്. ഇവിടെ കമൻസിൽ നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് നൽകാം. എത്ര പേർക്ക് കാര്യം പിടികിട്ടിയെന്ന് നോക്കണ്ടേ? ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളത് നിങ്ങളുടെ ആക്ടിവിറ്റി ആയിട്ട് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഞാൻ ഈ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്തിഹാദുൽ ഫുർസത്തു അമ്രു മുഹിമ്മും ഫി ഹയാത്തിൽ ഇൻസാൻ. ഇന്തിഹാസ് എന്ന് പറഞ്ഞാൽ മുതലെടുക്കുക എന്നാണ്. അൽ ഫുർസത്ത് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ. അമ്രുൻ കാര്യം, മുഹിമ്മുൻ പ്രധാനപ്പെട്ട, ഫി ഹയാത്തിൽ ഇൻസാൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവസരങ്ങൾ മുതലെടുക്കുക എന്നത്. അലീന അന്നു ഹാഫിളു അലൽ കലാമി ലഅല്ലാ നഖാഫിൽ അഖ്താ. തെറ്റുകൾ വരാതെ നമ്മുടെ സംസാരത്തെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മേലിൽ നിർബന്ധമാണ്. കുൻ അലാ ഹദരിൻ ഫഇന്ന തരീഖക മഹ്ഫൂഫും ബിൽ അഖ്താരി വൽ അഖബാത്ത്. നിങ്ങൾ സൂക്ഷിക്കണം, നിർബന്ധമായിട്ടും സൂക്ഷിക്കണം. ഫഇന്ന തരീഖക, നിങ്ങളുടെ വഴികൾ മഹ്ഫൂഫും ബിൽ അഖ്താരി വൽ അഖബാത്ത്, പ്രയാസങ്ങൾ കൊണ്ടും തെറ്റുകൾ കൊണ്ടും നിറഞ്ഞിട്ടുള്ളതാണ്. അൽ ഇൽമു അസാസു കുല്ലു നജാഇൻ വസ്ആദ. വിദ്യ എന്നത് വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും, എല്ലാ സന്തോഷത്തിൻ്റെയും അടിസ്ഥാനമാണ്. നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയുടെ കമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയാം. നഷാത്തു സാലിസ്, മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നൊയ്ദു മുസക്കിറത്തൻ ഇസ്തിഹ്സാനിയത്തിൻ അനിൽ മർലൂമി ബിസ്തിആനത്തിൻ നിഖാത്തി താലിയ. താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റുകളുടെ സഹായത്തോടുകൂടെ ഈ ഒരു കവിതയ്ക്ക് നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാം. ഈ ഒരു പോയിൻറ്റ്സിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ സ്വന്തമായിട്ട് ഇസ്തിഹ്സാനിയ എഴുതി നോക്കണം. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7 മാർക്സ് വരെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു ഈസി ക്വസ്റ്റ്യനാണ്. തഹ്നിയത്തു ബി മുനാസിബത്തി ആമിൽ ജദീദ്. എന്തൊക്കെയാണ് ഈ ഒരു കവിതയിൽ കൃത്യമായിട്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. തഹ്നിയത്തു ബി മുനാസിബത്തിൽ ആമിൽ ജദീദ്, അദ്ദേഹത്തിൻ്റെ ജനതയെ ആ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തോടുകൂടെ ആശംസിക്കുകയാണ്. തസ്തിയല തഖദ്ദുമി, മുന്നിടാൻ വേണ്ടിയിട്ട് വാൺ ചെയ്യുകയാണ്. അൽഹദറു വൽ യഖലതു ഫീ കുല്ലി ഔഖാത്ത്, എല്ലാ സമയത്തും സൂക്ഷ്മതയും ഉണർവും ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം വാൺ ചെയ്യുകയാണ്. ലാ നഹ്സൻ അൽ അയ്യാമിൽ മാളിയ, നമുക്കൊരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, കഴിഞ്ഞുപോയ കാര്യത്തിൻ്റെ മേലിൽ സങ്കടപ്പെടേണ്ടതില്ല. അൽ ഇൽമു അസാസു കുല്ലു നജാഇൻ വസആദ, എല്ലാ സന്തോഷത്തിൻ്റെയും വിജയങ്ങളുടെയും അടിസ്ഥാനം വിദ്യയാണ്. ഫുറസുൽ ഹയാത്തി സമീനത്തുൻ, ജീവിതത്തിൽ
അവസരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സമീനത്തുൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് എന്നാണ് ഇവിടെ അർത്ഥം. നുഖാലിഖു അന്നാസ് ബി ഖുൽഖിൻ ഹസൻ, നിങ്ങൾ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം. നസീനു കലാമന ഖബലൽ ഇൽഖാഇ, നമ്മൾ നമ്മുടെ വായ കൊണ്ട് വർത്തമാനം പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൽ നല്ലതാണ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ പോയിൻറ്റ്സ് ആണ് അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത് ജീവിത വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുക. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുക. നെക്സ്റ്റ് നഷാത്തി റാബി, 4ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് നോക്കാം. ഇത് ഫിഖറത്തിൻ അഹമ്മിയത്തിൽ ഇൽമി അൽ അസാസി സത്രയിൽ ആത്തീൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. പബ്ലിക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇൽമിൻ്റെ അഥവാ അറിവിൻ്റെ മഹത്വത്തിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ്. അത് ഈ ഒരു കവിതയിൽ നിന്നുള്ള 2 വരികളാണ് തന്നിരിക്കുന്നത്. തഅല്ലിമു ഫൽ ഇൽമു മിഫ്താഹുൽ ഉല, എല്ലാ കാര്യത്തിൻ്റെയും താക്കോലാണ് ഇൽമ്. ലം യുബഖി ബാബൽ ലിസാദത്തി മുസക്ക, സന്തോഷത്തിൻ്റെ വാതിൽ ഒന്നും തന്നെ അടച്ചിട്ടിട്ടില്ല. അതായത് ആ ഒരു വിദ്യ കൊണ്ട് വിദ്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ചിടുകയില്ല, എല്ലാം തുറന്നു തരും. ലമസ്തമിദ്ദു മിൻഹു കുല്ല ഖുവാക്കുമു, നിങ്ങളുടെ എല്ലാ ശക്തിയും അവനിൽ നിന്ന് നിങ്ങൾ എടുക്കുക, ആ അറിവിൽ നിന്ന്. ഇന്നൽ ഖദിയു ബികുല്ലി അർളി മുത്തക്ക, എല്ലാ ദേശത്തും അവൻ ശക്തരെ കണ്ടുമുട്ടിത്തരും. അതായത് നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയാലും രക്ഷ തന്നെയാണ് ഈ അറിവുണ്ടെങ്കിൽ. വിദ്യാഭ്യാസം ഉള്ളവന് എവിടെയും രക്ഷ തന്നെയാണ് എന്നാണ് ഈ വരികളുടെ അർത്ഥം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉൾക്കൊള്ളിച്ച് നിങ്ങളുടെ സ്വന്തം രൂപത്തിൽ നിങ്ങൾക്ക് ഫിക്കറായി ഇത് പഠിക്കുക, പരിശീലിക്കുക. എക്സാമിന് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം.